ദ്രാവകങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അളക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായ ഉപകരണമാണ് റിഫ്രാക്ടോമീറ്റർ. പഞ്ചസാരയുടെ അളവ്, ലായനികളുടെ സാന്ദ്രത, തേനിലെ ജലാംശത്തിന്റെ അളവ് തുടങ്ങിയവ പരിശോധിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ആദ്യം ഉപകരണത്തിന്റെ പ്രിസം മൃദുവായ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് വൃത്തിയാക്കുക. പ്രിസത്തിൽ പോറലുകൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ റിഫ്രാക്ടോമീറ്റർ വെളിച്ചത്തിന് നേർക്കു പിടിച്ച് ഇയർ പീസിലൂടെ നോക്കുക. നീല നിറത്തിലുള്ള സ്ക്രീനിൽ പ്രധാനമായും 3 അളവുകൾ കാണാം. ബ്രിക്സ് പെർസെന്റേജ്, ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചസാരയുടെ അളവ്. വാട്ടർ അഥവാ മോയിസ്ചർ പെർസെന്റേജ്, ഈർപ്പത്തിന്റെ അളവാണ് ഇത് സൂചിപ്പിക്കുന്നത്. തേനിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം വാട്ടർ അഥവാ മോയിസ്ചർ പെർസെന്റേജ് ആണ്. ബോമെ, സാന്ദ്രതയെ സൂചിപ്പിക്കുന്ന മറ്റൊരു സ്കെയിലാണിത്. ഇനി പരിശോധിക്കേണ്ട തേനിന്റെ 2-3 തുള്ളി പ്രിസത്തിന് മുകളിൽ ഒഴിക്കുക. കുമിളകൾ ഇല്ലാത്ത വിധം കവർ പ്ലേറ്റ് സാവധാനം താഴ്ത്തുക. റിഫ്രാക്ടോമീറ്റർ വെളിച്ചത്തിന് അഭിമുഖമായി പിടിക്കുക. ഐപീസിലൂടെ നോക്കുമ്പോൾ സ്കെയിലിൽ നീലയും വെള്ളയും നിറങ്ങൾ വേർതിരിയുന്ന ഒരു രേഖ കാണും. ഈ രേഖ സ്കെയിലിൽ എവിടെയാണോ വരുന്നത് അതാണ് ഈ ദ്രാവകത്തിന്റെ സാന്ദ്രതയുടെ അളവ്. റിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ച് തേൻ പരിശോധിക്കുന്നത് പ്രധാനമായും അതിലെ ജലാംശം അഥവാ മോയിസ്ചർ കണ്ടന്റ് എത്ര ശതമാനമാണെന്ന് കണ്ടെത്താനാണ്. തേനിന്റെ സാന്ദ്രത ഈ ഈർപ്പത്തിന്റെ അളവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശുദ്ധമായ തേനിൽ ജലാംശം 17% മുതൽ 18% വരെ ആയിരിക്കുന്നതാണ് ഉചിതം. ജലാംശം 20% മുകളിലാണെങ്കിൽ തേൻ പെട്ടെന്ന് കേടാകാനും പുളിച്ചു പോകാനും സാധ്യതയുണ്ട്. തേനും ഉപകരണവും മുറിയിലെ താപനിലയിലായിരിക്കുമ്പോൾ, അതായത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോൾ റീഡിംഗ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. പരിശോധനയ്ക്ക് ശേഷം പ്രിസം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി ഉണങ്ങിയ മൃദുവായ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ബോക്സിൽ സൂക്ഷിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.